പൂമുഖവാതിൽക്കൽ പുച്ഛിച്ചു നിൽക്കുന്ന മൂദേവിയാണെന്റെ ഭാര്യ. എവിടെ കിടക്കുന്നു നോക്ക്. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ലോഗ്. അപ്പം നമ്മൾ ഇന്ന് എൻ്റെ അമ്മ വീട്ടിൽ പോവാ, കുറ്റ്യാടി. ചിപ്പി ഒരു പ്രാവശ്യം പോയിട്ടുണ്ടല്ലേ? അമ്മ വീട്ടിൽ പോയിട്ടില്ല, നമ്മൾ വേറെ ഏതോ വീട്ടിലാണ് പോയത്. സംഭവം നാട്ടിൽ പോയിട്ടുണ്ട്, പക്ഷെ അവൾ അവിടെ പോയിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെയും കൊണ്ട് പോവാണ്. അവിടെ നല്ല പുഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുപോവാ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാണ്. പിന്നെ 2-3 വീരപാതമൊക്കെ അടിച്ചിട്ടുണ്ട് പണ്ട്. ഇവളുടെ വീടിന്റെ അവിടുത്തെ പുഴയില് തിരിഞ്ഞു കിടന്നും കമന്ന് കിടന്നും ഒക്കെ നീന്തി ഭയങ്കരമായിട്ട് നീന്തൽ പഠിച്ചതൊക്കെ. പിന്നെ നീന്തൽ പ്രോമാക്സ് ബേക്കിലിരിക്കുന്നുണ്ട് നിർമ്മല. അച്ഛനും ചേട്ടനും അവരുടെ പണിയൊക്കെ തീർന്ന് ഏകദേശം രാത്രി ആവുമ്പോ എത്തത്തുള്ളൂ. നമ്മളിതാ കുറ്റ്യാടി ചുരത്തിലോട്ട് പോവാൻ പോവാണ്. ഇപ്പം നിലവിൽപ്പുഴ കഴിഞ്ഞു, ഇനി ചുരം. നല്ല തോണിയിലെ യാത്ര എന്താ രസം. ഒഴുകി 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 അങ്ങനെ ലാഞ്ചി പോകുന്നുണ്ട്. ലാഞ്ചി അമ്മ വീട്ടിൽ പോവാൻ എക്സൈറ്റഡ് ആണോ? 6 മാസത്തിനുള്ളിൽ പോയതാണ്. 6 മാസത്തിനുള്ളിൽ കഴിഞ്ഞ മാസം പോയി. 6 മാസത്തിന് ശേഷം കഴിഞ്ഞ മാസം പോയി. 6 മാസത്തിന് ശേഷം കഴിഞ്ഞ മാസം കല്യാണം വിളിക്കാൻ നിന്നില്ലല്ലോ. അതിന്റെ നമ്മൾ നിന്ന് തീർക്കും. അപ്പൊ ഇന്ന് പോയി 2 ദിവസം പുഴയിൽ ആഹ്ലാദിച്ച് നമുക്ക് സന്തോഷം കൊണ്ടേ ആഹ്ലാദിച്ച്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് മുതല്. കണ്ട, സോളാർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിൽ ഒരു ചെറിയ സോളാറിന്റെ പാനലുണ്ട്. ഒരു അലോയ് വീൽസിന്റെ ഒരു സെറ്റപ്പിൽ ഏത് ഫ്ലേവർ ആണ് വേണ്ട അതിന്റെ കുറച്ച് ഡ്രോപ്സ് ഒറ്റിച്ച് കൊടുത്താൽ നല്ല സ്മെല്ലും വരും. കൈവിട്ടെ, കണ്ടാ ടെക്നോളജി കണ്ടാ. പിന്നെ നിങ്ങൾ കാലിക്കറ്റ് ഒക്കെ പോവുകയാണെങ്കിൽ, വയനാട് വഴി പോവുകയാണെങ്കിൽ, മാനന്തവാടി നിന്നൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കോഴിക്കോടേക്ക് ഈ താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്ക് കാര്യങ്ങളൊന്നും പെടാണ്ട് 24 മണിക്കൂർ ആക്സലുള്ള ചുരമാണ് കുറ്റ്യാടി ചുരം. കുറ്റ്യാടി വഴി കയറി പോവാണെങ്കിൽ കുറ്റ്യാടി, പേരാമ്പ്ര അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോഴിക്കോടേക്ക് എളുപ്പത്തിലെത്താം. ഇതാണ് ഞാൻ പറഞ്ഞ കപ്പൽ. ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഷേപ്പ് കണ്ട കപ്പലിൻ്റെ, ഈ കപ്പലിൻ്റെ ഷേപ്പ്. നമ്മുടെ താമരശ്ശേരി ചുരത്തിലെല്ലാം ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഇല്ല, അതേപോലെ തന്നെ ഇവിടെ ഫുഡ് സ്പോട്ടും ഉണ്ട്. അതിനൊപ്പം ഇതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. ഫസ്റ്റിലെ ടേണിങ്ങിൽ തന്നെയാണ് ആ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. ചുരം റോഡിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ബെസ്റ്റ് ആള്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇറങ്ങുന്നില്ല, വെയിലുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ആണെങ്കിലും നല്ല കപ്പ മിക്സ്, കക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. നല്ല വെയിലാ. കേറട്ടെ, പോട്ടെ. ബൈ. 4 പേരാ വന്നേന്നല്ല പറഞ്ഞേ, ഒരാളും കൂടെ ഉണ്ട്. ഇതാണ് അടുത്ത ആള്, നമ്മുടെ ഷുഗർ മോൻ. ഷുഗറിനെ കൂട്ടിയിട്ടാണ് നമ്മൾ കുറ്റ്യാടി പോകുന്നത്. ഷുഗർ മോന് ഈശ്വര, സൈക്കോടെ കയ്യിലാണല്ലോ പെട്ടെന്ന് വിചാരിക്കണ്ടാവത്. കാറ് കണ്ട, ബാറ്റ്മാൻ്റെ വണ്ടി വളയ്ക്കുമ്പോൾ മൂപ്പര് ഓടിക്കോളും. ഇത് മൂപ്പറുടെ ട്രാക്കാ. കറക്റ്റ് കുറ്റ്യാടി ചുരം കഴിഞ്ഞു. ഇവിടെയും നൈസായിട്ടുള്ളൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും വെള്ളം കെട്ടിക്കിടന്ന് അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മൾ തൊട്ടിൽപ്പാലം ടൗണിലെത്തി. പക്ഷെ നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. നമ്മൾ വേറൊരു റൂട്ട് വഴി പോവുക. ഈ റൂട്ട് വഴി നമ്മൾ പോവുകയാണെങ്കിൽ ജാനകിക്കാട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു കാട്, അക്കുഡേറ്റ് പാലമൊക്കെ വരുന്നത്. അതിൽ കയറി നമുക്ക് പോകാൻ പറ്റും. ഇപ്പം എത്തിയേക്കുന്ന സ്ഥലമാണ് ജാനകിക്കാട് ഇക്കോ ടൂറിസം സെന്റർ. കണ്ട, ഇനി ഇവിടുത്തെ ഇത് കണ്ട
ഇനി ഇവിടെ ഒറ്റ വണ്ടിക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു പാലമുണ്ട്. അതും കൂടി കാണിച്ചു കൊടുത്തോ. ഒരു വണ്ടിക്ക് പോവാൻ വേണ്ടി ഉണ്ടാക്കിയ പാലവാ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മറിയല്, പിന്നെ വണ്ടിക്ക് പോകണ്ട. ആ സൈഡ് നോക്ക്. സീന് വഴിയാ. ഇത് നൈസാ. അവിടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാലും നമുക്ക് മാറിക്കൊടുക്കാനില്ല. പിന്നെ അതാണ് അക്യുറേറ്റ് പാലം എന്ന് പറയുന്നത്. അക്യുറേറ്റ് അല്ല, അക്യുറേറ്റ്. ഞാൻ അക്യുറേറ്റ് പോലെ അക്യുറേറ്റ് പാലം എന്നല്ലേ കേൾക്കണത്. അക്യുറേറ്റ്. അങ്ങനെ മാമനെ കണ്ട് വഴിയിൽ വെച്ച് അമ്മയുടെ അനിയനെ കണ്ട്. ഓ ചെറിയൊരു മരം കണ്ടോ? ഇത് പൂമരത്തിന്റെ ചോട്ടിലെന്നായിരുന്നു പറയാ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്താലാണ് നമ്മള് വീട്ടിലോട്ട് പോവാ. ഇത് ഫുള്ള് മുറിച്ച് എല്ലാം മാറ്റി. ഇതായിരുന്നു ഈ വഴിയിലോട്ടുള്ള ഐഡന്റിറ്റി മനസ്സിലാവാൻ വേണ്ടിയുള്ള. ഐഡിയൽ കോളേജിന്റെ ഈ റൂട്ടാണ്. ആ കോളേജിന്റെ തൊട്ട് മേലെയാണ് വീട്. കാറിന്റെ ഡിക്കിന്റെ കോലം കണ്ടില്ലല്ലോ. മൊത്തം ലോഡഡ് ആണ്. ശ്രീയുസിന്റെ കയ്യില് ഷുഗറിന് ഇട്ട് വെച്ച് പെട്ടി കണ്ട. ഇതാണ് നമ്മുടെ അനിയൻ നന്ദു. നന്ദു ഒരു ഹായ് കൊടുക്ക്. ഇതെല്ലാം റെക്കോർഡിങ് ആട്ടോ, വ്ളോഗിൽ വരുവേ. അഡ്വഞ്ചറസ് ആവാന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ വഴിക്ക് വന്നതാ. പെട്ടുപോയി. തളർന്നു വിപ്പി? മടുത്തോ? ഞാൻ ആദ്യമായിട്ട് എടുത്ത വണ്ടി. കോലം നോക്ക്. നമ്മളങ്ങനെ എത്തി. ഹായ് പറ. ഹായ് കൈ കൊണ്ട് പറ. അമ്മമ്മ, അച്ഛൻ്റെ അമ്മേൻ്റെ അനിയൻ്റെ ഭാര്യ, മോൻ. ഇവിടെ വന്നാൽ കാണാൻ ഒരുപാടുണ്ട്. മെയിനായിട്ട് എൻ്റെ മെയിനൊരു സംഭവം കാണിച്ചു തരാം. കുളം. ഹായ് ബ്രോ. ഹായ് ബ്രോ. കുരയ്ക്കൂ കുരയ്ക്കൂ. ഇതിൽ ഏറ്റവും റെയർ ആയിട്ടുള്ള പ്ലാന്റ് ഏതാ മൊത്തത്തിൽ നോക്കുമ്പോ? സ്വതവ കിട്ടാൻ പാടായിട്ടുള്ള ഒരു പ്ലാന്റ്. ഇതിന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാ റെയർ ആയതുകൊണ്ടാ? ആയേ അമ്മൂമ്മ എന്തെല്ലാം സ്പെഷ്യൽ അല്ലേ ഉണ്ടാക്കിന്? തിരിച്ചുക. ഇല്ലോ സുത്തുമണിയാണ്. കൊണ്ടോട്ടെ, നമുക്ക് ബാംഗ്ലൂരിൽ പോവാം. നമുക്ക് കന്നഡക്കാരുടെ ഇടയിൽ ജീവിക്കാം. അയ്യേ എന്റെ മോന്തെന്തെങ്ങനെ അവനെ ഇറക്കിട്ടെ. അവൻ ജർമ്മനൊന്നുമല്ല. ജർമ്മൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന നോക്ക്. ജർമ്മൻ ഷെപ്പേർഡാണ്. ജർമ്മൻ ഷെപ്പേർഡ് കിടക്കുന്ന നോക്ക്. കടിക്കൂ നീ. തിരിച്ചു കടിക്കും ഞാൻ. അതിനെങ്ങനെ കൂട്ടി കയറ്റുക? അവൻ നിന്ന് തരുന്നില്ല. അവൻ പോരാ, മറ്റവനാ സൂപ്പർ. അവന്റെ ഫുഡ് കണ്ടപ്പോ എന്നെ മറന്നവൻ. തുറന്നോട്ട് എന്നെ മൈൻഡ് ചെയ്തില്ല. നമ്മുടെ കഥാനായിക വന്ന് കുഞ്ഞോള് വിത്ത് മാമൻ. ഞങ്ങളൊക്കെ പുഴയിൽ പോകാൻ വേണ്ടി റെഡിയായി നിന്നപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. എന്റെ ടീഷർട്ട് ഇട്ടിട്ട്, ഞാൻ ഇന്നിട്ട ടീഷർട്ട്, അതിട്ടിട്ട് റെഡിയായൊക്കെ പുഴയിൽ പോകാൻ വേണ്ടിട്ട്. പുഴയിൽ പോകാനുള്ള മോട്ടിവേഷൻ എന്താ? എന്തുകൊണ്ടാ പുഴയിൽ പോന്നെ? നീന്തി കുളിക്കണം, നീന്തം പഠിപ്പിക്കണം. പെണ്ണിന് പകരം ചെടികളെ പ്രേരിച്ചവൻ.
പെണ്ണിനെ പ്രേമിക്കണ്ട, ചെടീനെ മാത്രമല്ല. ആരാ പറഞ്ഞേ? ഇത് മറ്റേ നമ്മളങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയിലോട്ട് പോവാ. പുഴ ലോകത്തുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൊത്തം പൈസ കൊടുത്ത് വാങ്ങി വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത വഴി ഉണ്ടാക്കാൻ വേണ്ടി പുഴ തപ്പാൻ പോയതാ. വരുത്ത് കണ്ടോ? സ്വന്തം നാടാന്നല്ലോ ഒക്കെ, പക്ഷെ 10-15 കൊല്ലം മുമ്പ് കണ്ട നാടല്ല. വഴിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കേട്ടല്ല. ഉണ്ണിയാർച്ച തലയിൽ കിട്ടു. അങ്ങോട്ട് തിരി, അങ്ങോട്ട് തിരി. അങ്ങനെയല്ല, തിരി, ഇങ്ങോട്ട് തിരി. ഇതാരപ്പോ? ഭരതമുനിയാ? എന്റെ മുന്നിയ അമ്മ ഉണ്ണിയാർച്ച. ഐഡിയൽ കോളേജിന്റെ ഇവിടുന്ന് ഈ കാണുന്നതായിരുന്നു ഞങ്ങളുടെ പഴയ ഗ്രൗണ്ട്. അന്ന് ഇതില്ല, ഈ കോളേജിലെ ബിൽഡിംഗ് ഒന്നുമില്ല. ഇതുപോലത്തെ ഒരു പറമ്പായിരുന്നു ഇവിടെ മൊത്തം. അപ്പോൾ ഈ കവുങ്ങുന്തോട്ടത്തിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇവിടെയായിരുന്നു ഞങ്ങൾ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും എന്ത് കുന്തമാണെങ്കിലും ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഒരു കാലം. തൊഴിലുറപ്പിന് പോലെ മറ്റേ ബായിമാര് പണിക്കൊക്കെ പോവില്ലേ രാവിലെ എണീറ്റിട്ട്? അതാ കറക്റ്റ് ബായി മുഖമെല്ലാം തുടച്ച് പണിക്കാരെയും കൊണ്ട് പണിക്ക് പോവാട്ടോ. ചേച്ചി ആജ് കാം ഹേ ക്യാ? പുഴ കണ്ടാ? അപ്പം നമുക്കിവിടെ നിന്ന് നോക്കിയാൽ താഴെ പുഴ കാണാം. അയ്യോ, സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിക്കുന്നു. സൺകിസ്ഡ്, വാട്ട് എ പ്ലഷർ മൊമെന്റ് അല്ലേ ചിപ്പി? അയ്യോ ഇല്ല. ഇതിലെയൊക്കെയോ വഴിയുണ്ട്, നമുക്ക് പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ കിണറപ്പോ വന്നു എന്നൊരു ഐഡിയ ഒന്നുമില്ല. ഇതിപ്പോ വന്നേ തോന്നുന്നു. നമ്മുടെ അമ്മ കുഞ്ഞോളെല്ലാം വരുന്നുണ്ട്. അമ്മ സ്വന്തം വഴി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവർ വരുന്നതിൽ കൂടെ വരൂല. അമ്മ തന്നെ ഉണ്ടാക്കിയ വഴി വെട്ടി വന്നതാ. തടിയിട്ടും കുറവില്ല. എന്ത് പറ്റി? ക്ഷീണം കാണിക്കല്ലേ വീഡിയോയിൽ? നാണക്കേടാ. എനർജി ഉള്ള പോലെ നിൽക്കുക, അഭിനയിക്കേ. ഇതൊക്കെ എന്തെന്ന് ഓർത്ത് യങ്ങാവൻ നോക്കിയതല്ലേ? വാ. ഞാനില്ല. ഈ പോകുന്നത് തിരിച്ചെങ്ങനെ കയറുന്നുള്ളതാണ് എൻ്റെ. ഇത് മൂത്തേൻ്റെ സ്ഥലമാണ്. മൂത്തേൻ്റെ സ്ഥലം. മൂത്തേൻ്റെ അതാ വീടതാ അവിടെ. പഴയ വീടതാ അവിടെ, അതിൻ്റെ ബാക്കിലുണ്ട്. അമ്മായിയമ്മേനെ സഹായിക്കുന്ന അപൂർവമായ കാഴ്ച. ഇത് വീഴുന്ന കിട്ടിയ ഹുക്കായന്. ഞാൻ കൈ പിടിക്കപ്പോ പിടിക്കണോ? നമ്മളിപ്പോ ഏതാണ്ട് പുഴ എത്താനായി. പുഴ എത്തി. നീ ഇപ്പൊ നടക്കുന്നത് പഴയ പുഴ കൂടെ. വെള്ളം കയറുമ്പോ ഇതൊക്കെ പുഴയാ. അതാണ് ഒരു മണല് നമുക്ക് ചവിട്ടുമ്പോ എന്ത് രസമാണോ. നമുക്ക് നാളെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയാലോ? സൂപ്പറാണോ? ഇതൊക്കെ പുഴയായിരുന്നു. ഇതിപ്പോ ഇനി വെള്ളം കയറുമ്പോഴാണ് ഇതൊക്കെ സൂപ്പർ പുഴയാവുക. നമ്മളിപ്പോ കറക്റ്റ് പോകുന്നത് ഹൈദർപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. പറഞ്ഞുതരാം. ഹൈദർപാറ എന്ന് പറയാനുള്ള കാരണം വേറെന്തോ കഥ, അതെനിക്കറിയില്ല. പക്ഷേ അതെന്താ കഥ? പണ്ട് ചെരുപ്പം കൊണ്ട് ഹൈദർ എന്ന് പറഞ്ഞ ഒരാള് കോടത്തെരുപ്പം കൊണ്ട് പോകുമ്പോ ഈ പാറയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. എന്തായപ്പോ? ഹൈദർ എന്ന് പറഞ്ഞ ഒരാൾ കോടത്തെരുപ്പം കൊണ്ട് പോകുമ്പോ എന്താ വെച്ചാല് കോട വെട്ടിയിട്ട് ചെരുപ്പം ഉണ്ടാക്കുന്നത് ഒരു തോണിയല്ല, ചങ്ങാടം പോലെ അതും കൊണ്ട് പോകുമ്പോ ഈ പാറയെ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെയാണ് ഈ പാറക്ക് ഹൈദർപാറ എന്ന് പേര് വന്നത്. ആണോ? യെസ്. അതിനുള്ള കഥയുള്ള പാറയിൽ ഉറങ്ങിപ്പോയോണ്ടോ? എന്തേലും പറഞ്ഞത് അപ്പൊ ഒരു ചങ്ങാടം ഒഴുകിപ്പോയ ആൾ അവിടെയായി. ഓക്കെ, ഹൈദർപാറ കേട്ടാ. ഇതല്ല പുഴ, പുഴ അത് അപ്പുറത്താ. ഇതിലെ പോകാൻ പറ്റി. ഇതെങ്ങനെയുണ്ട്? ഹായ്, ഇതൊക്കെ പുഴയാണ്, പക്ഷെ ഇപ്പം വെള്ളം പറ്റിയിട്ട്. ഹായ്, മീനുകൾ ചിപ്പി. നമ്മൾ അവസാനം നടന്ന് നമ്മളിത് പുഴയിലെത്തി. ഇതാണ് നമ്മൾ വന്ന സ്പോട്ട്. സി, ഇതാണ് നമ്മുടെ പുഴ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. ചിപ്പി എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്.
ടൈറ്റാനിക് ആയിപ്പി എന്തോ ഇവിടെയാണ് പിടിക്കണം എന്തോ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. 15 വയസ്സാന്ന് വിചാരിച്ചോ. 15 കഴിഞ്ഞ് 51 കഴിഞ്ഞ് 56 കഴിഞ്ഞ് എത്തി. പ്രായമായി. ഇനി നോക്ക് എന്റെ ടീഷർട്ട് നിക്ക അവിടെ അങ്ങോട്ട് പോവല്ല. ഹൗ ഈസ് ദ പുഴ ആഫ്റ്റർ എ ലോങ്? വെള്ളം ഇല്ലേ? പിന്നെ ഈ കാണുന്ന എങ്ങനെയുണ്ട് പുഴ? ശ്രീസേ, ശ്രീസിന് പേടിയില്ല? നല്ല രീതിയിൽ പേടിയുണ്ട്. ആറ്റിറ്റ്യൂഡ് ഇട്ട് പുഴക്കരയിൽ ഇരിക്കുന്നുണ്ട്. നമ്മള് നിർമ്മലേ നീന്തിയോട് എന്താ അനഘ അശോകൻ ഓൺ ദ സ്വിമ്മിംഗ് ഫ്ലോർ. ഓയ് ഹോയ്, അവിടെ കുഴിയാ, തിരിച്ചു വാ. അവിടെ കുഴിയാ, കാലുകുത്തരുത്, തിരിച്ചു വാ. ഓയ് ഹോയ്, ഓയ് ഹോയ്. ചിപ്പിയുടെ വാചകോടിയല്ല, ചിപ്പിക്ക് നീന്തൽ അറിയാന്ന് തെളിയിച്ചു ഗായ്സ്. കുഞ്ഞോളും നീന്തുന്നുണ്ട്, എല്ലാരും ഉണ്ട്. ശ്രീ ശ്രമിക്കേ, നീന്ത്. അതാ മുങ്ങിപ്പോ എല്ലാവർക്കും ഒരേ ടൈം. അവിടെ വെള്ളം കൂടുതലാണ്. മറ്റേ സാധനം കല്ലെറിയാ ഒന്ന് മാറാൻ കൂട്ടി. പിന്നെ അല്ലാണ്ട് നീ ഒന്ന് തല മാറ്റിക്കോ. രണ്ടെണ്ണം സൂപ്പർ. സാമ്പ്രദായിനി കടലിലെ മുളമ്പോടോ. രണ്ടുപേർക്ക് ഇപ്പോഴും വെള്ളത്തിൽ തന്നെ മതി, കേറണ്ട. അമ്മേ പിടിക്കണമെങ്കിൽ പിടിക്കാം. കുളി ഈസ് ഓവർ. എന്താ ആഗ്രഹം ഒന്ന് സാധിച്ചു, കൊള്ളാം. അങ്ങനെ എല്ലാവരുടെയും കുളി കഴിഞ്ഞു. ചിപ്പി, ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഒരു കുളി കഴിഞ്ഞതും ബാബു നമ്പൂതിരിയായി. കൊള്ളാം. നമ്മൾ വന്നത് വേറെ വഴിയാണെങ്കിലും പോകുന്നത് ഈ വഴി കേട്ടോ. ഇതൊരു ഒറ്റ കുത്തനെയുള്ള കയറ്റം കയറിയാൽ പിന്നെ സ്ട്രെയിറ്റ് റോഡാ. ഞാൻ ആദ്യം പോവാം. ഐ വിൽ ഗോ ഫസ്റ്റ്. ചിപ്പി എനിക്ക് ഇതാ അമ്മയ്ക്ക് കൈ കൊടുക്കും. നമ്മളമ്മേനെ അതിസാഹസികമായി കയറ്റി. അയ്യോ, ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അഭയ ഷോക്കടിച്ചു. കുഴപ്പമില്ല, നൈസായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങിട്ട് വിശക്കുന്നു. രണ്ടിണക്കുണുവികൾ. ഒരു കൂട്ടം ആളുകൾ നടന്നു പോകുമ്പോൾ ഒരുത്തം മാത്രം ഇങ്ങനെ ഇരുന്ന് ഒരു ഫോണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ. നന്ദു, ആ നന്നായി കേട്ടോ. ശരിയാ, ടാറ്റ. എൻജോയ് യുവർ ലൈഫ്. ടാറ്റ. കുറച്ച് റൊമാൻസ് ആവാം. കാറിന്റെ കോലം നോക്ക്, കൊള്ളാം. ഇതാരെഴുതിയേ? അമ്മ എഴുതിയതാ? നിർമ്മല. കൊള്ളാം, എൻ്റെ അമ്മേൻ്റെ പേരല്ലേ? കൊള്ളാം. ലൈക്കതാ അമ്മേ? അത്രേ ഉള്ളു. അത് പറഞ്ഞപ്പോ നീ എൻ്റെ ഭാര്യ അല്ലേ? എടുക്കാൻ സാധനം മൈൻഡിൽ വരത്തില്ല. അമ്മേ, എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ.
അതുകൊണ്ട് മുടിച്ച് കഴിഞ്ഞു. ഇപ്പൊ ഭാര്യ സ്കൂൾ വിട്ട് വരുന്നൊക്കെ മുടിച്ച് കഴിഞ്ഞ സാധനം എന്താ സൂപ്പർ ചേർത്തില്ലായിരുന്നു. ടെക്നോളജിയാ. ചീകിയാ ഇതിന് പറയുന്ന പേര് പാറോ. എന്ത് പാറോ പാറോ? വൈകുന്നേരം ഏ കളിക്കാൻ വന്നിട്ടേ സന്ധ്യക്ക് വരുന്ന അമ്മ ചോറ് അമ്മമ്മ ചോറ്. അതൊക്കെ ഒരു കാലം. അമ്മമ്മയാണ് ചോറൊക്കെ തരുമായിരുന്നു. അമ്മയാണ് ചോറും തരില്ല, വെള്ളവും തരില്ല. പൂമുഖവാതിൽക്കൽ പുച്ഛിച്ചു നിൽക്കുന്ന മൂദേവിയാണ് എൻ്റെ ഭാര്യ. എന്താ? പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂന്തിങ്കളാകുന്നു ആണെൻ്റെ ഭാര്യ. ആണ് ആണടി. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോവുക. കുറേ സാധനം എടുത്തില്ല. ഞങ്ങൾ വന്നിട്ട് കുറേ ഫുഡ് അടിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് കൂടും. പാർട്ട് 2 വരാം. അതാരാ? ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടീം